എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്നൊരു പൊങ്കൽ ഉണ്ടാക്കിയാലോ? അതായത് ഇന്ന് ഞാനൊരു എക്സ്ട്രാ ദിവസവും കൂടി എടുത്തിട്ടുണ്ട്. കാരണം ഇന്ന് തമിഴ്നാട്ടിൽ പൊങ്കൽ എല്ലാവരും ആഘോഷിക്കുന്ന ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഒരു പൊങ്കൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു എക്സ്ട്രാ വ്യാഴാഴ്ച നമ്മൾ പുതിയ വീഡിയോവുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ നോക്കുന്നത്. ഇതിപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് പച്ചരിയും 1/2 കപ്പ് ചെറുപയറിൻ്റെ പരിപ്പും. അപ്പം ചെറുപയറിൻ്റെ പരിപ്പ് കഴുകിയിട്ട് 2-3 പ്രാവശ്യം കഴുകി നമ്മൾ ഈ കുക്കറിൽ ചൂടായ നെയ്യിലേക്ക് ഇട്ട് ഒന്ന് പച്ചമണം പോക്കിയെടുക്കണം. അപ്പം ഈ പരിപ്പിനൊരു പച്ചമണം ഉണ്ടാവും. അപ്പം അതങ്ങ് പോക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒരു 30 സെക്കൻഡ് ഇതൊന്ന് വറുത്തെടുക്കണം. 30 സെക്കൻഡ് വറുത്താൽ മതി, അധികം നേരം ഒന്നും വേണ്ട. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഒന്ന് ഇളക്കി അതിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് അരിയും 1/2 കപ്പ് പരിപ്പിനും 4 കപ്പ് വെള്ളവും 1 കപ്പ് പാലും. അതാണ് ഇതിൻ്റെ കണക്ക്. 1 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്ന വരെ വേവിക്കാം. ഒറ്റ വിസിൽ വന്നാൽ മതി, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നല്ലോണം വെന്തോളും. അടന്ന് വേട്ട അപ്പോഴത്തേക്ക് ഇങ്ങേപ്പുറത്തടുപ്പത്ത് നമുക്ക് വെല്ലം വെച്ച് കൊടുക്കാം. വെല്ലത്തിന് ഒരു 1/2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെല്ലം ഇട്ട് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കാം. നല്ലോണം വെല്ലത്തിന് നല്ല നിറം വേണം കേട്ടോ, എന്നാലേ പായസത്തിനായാലും അപ്പത്തിനായാലും എല്ലാം നല്ല കളറ് കിട്ടുമെന്ന് എൻ്റെ അമ്മമ്മ പറയും എപ്പോൾ. പക്ഷേ എനിക്ക് അങ്ങനെ നല്ല കളറുള്ള വെല്ലം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഉള്ളത് വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അത്ര തന്നെ. നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. ഉരുകിയാൽ മാത്രം മതി. ഇങ്ങനെ വേണം അങ്ങനെ വേണം സ്ട്രിങ് കൺസിസ്റ്റൻസി അങ്ങനെയൊന്നുമില്ല. ഈ പരിപ്പും അരിയും വെന്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മാഷ് ചെയ്ത് കൊടുക്കാം. ഒറ്റ വിസിലേ വന്നിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഈ ഉരുക്കി വെച്ച വെല്ലം അരിച്ച് ഒഴിച്ചു കൊടുക്കുക. അതിലെന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോട്ടെ. നല്ലോണം കുക്കർ എന്നിട്ട് അടുപ്പത്ത് തന്നെ വെച്ചിട്ട് ഒന്ന് കത്തിച്ചിട്ട് ആ വെല്ലവും പരിപ്പും അരിയും എല്ലാം കൂടി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. വരുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ. എന്തൊരു മധുരമെല്ലാം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഉപ്പിട്ടാൽ മാത്രമേ അതിൻ്റെ ഒരു മധുരം നല്ലോണം നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലേ ഒരു ശരിക്കങ്ങ് പിടിക്കാത്ത പോലെ ഉണ്ടാവും. 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ഇതും കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഇറക്കി മാറ്റി വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് ചേർക്കാം. അതിനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം നെയ്യ് ചൂടായി വരുമ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പ് കുറച്ച് പൊട്ടിച്ച അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. കുറച്ച് കൂടുതലിട്ടാൽ നല്ല ഒരു വായ്ക്ക് 1-2 അണ്ടിപ്പരിപ്പ് കടിക്കണം എന്നാണ് പറയുക. അന്നേരം അതിൻ്റെ ഒരു ശരിക്കുള്ള ടേസ്റ്റ് നല്ലോണം നമുക്ക് അതിന് ഒരു റിച്ച് ടേസ്റ്റ് വരും. പക്ഷേ എൻ്റെ മക്കൾക്ക് അത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുന്തിരി ഒരു ബലൂൺ പോലെ ആയി വരുമ്പോൾ നമുക്കിത് മറ്റേ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൊങ്കൽ അങ്ങനെ സ്വീറ്റ് പൊങ്കൽ റെഡി. ഇത്രയേ ഉള്ളൂ. അധികം നേരമൊന്നുമില്ല, ഈ പറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അപ്പം വളരെ
പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. ഇതിപ്പം കാണുമ്പം വെള്ളം പോലെ ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നല്ല കട്ടിയായി വരും. ഇതിപ്പോൾ കുറച്ച് തണിഞ്ഞിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ. കുറച്ചും കൂടി ഒരു 10 മിനിറ്റും കൂടി കഴിയുമ്പോഴത്തേക്ക് നല്ലോണം തണിഞ്ഞ് നല്ല സ്പൂൺ കൊണ്ട് എടുത്തിങ്ങ് കോരിയിടാൻ പറ്റുന്ന ടേസ്റ്റിലേക്ക് വരും. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായി വരുന്നത് വരെ ഹാപ്പി പൊങ്കൽ.